സോ ഇതാണ് ഫിഗർ. രണ്ട് ഓറിഫിസ് ഉണ്ട്, എയും ബിയും. അപ്പൊ നമുക്ക് ഇനി ഓരോന്ന് എഴുതാം. Coefficient of velocity for A CBA Bക്ക് CBB എന്ന് എടുക്കാം. CBA CBB given identical values of CB, അതായത് CBA is equal to CBB is equal to CB. So we know CB is equal to root of x square by 4/h. CB is equal to root of x square by 4/x. നമുക്കറിയാം CBA is equal to CBB, അതായത് x square by 4/h is equal to x square by 4/b A B. Point of intersection at point of intersection x is equal to xb. അപ്പോൾ ഈ ഇക്വേഷൻ എങ്ങനെ മാറും? 4YAHA is equal to 4YBHB or YAHA is equal to YBHB. That is equation 1. ഈ ഫിഗർ ഒന്ന് നോക്കിക്കേ. ഫിഗറിൽ നിന്ന് വാട്ട് ഈസ് YA? YA is equal to YB plus HB minus HA. ഇതാണ് YA, ഇത്രയും YB. അപ്പം YB plus HB minus HA ചെയ്യുമ്പോൾ നമുക്ക് YA കിട്ടും. YB plus HB minus YA minus HA ചെയ്യുമ്പോൾ നമുക്ക് YA കിട്ടും. or YA minus YB is equal to HB minus HA. ഈ ഇക്വേഷനിൽ നിന്നും YA എത്രയാണ്? YB into HB by HA. അതെടുത്ത് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ വാല്യൂവിനെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എങ്ങനെ വരും? YB into HB by HA minus YB is equal to HB minus HA or YB into HB by HA minus 1 is equal to HB minus HA. HB minus HA. ഇതിൽ നിന്ന് എന്ത് കിട്ടും? YB into HB minus HA by HA is equal to HB minus HA or YB is equal to HA എന്ന് കിട്ടും. ഈ YA ലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. YA is equal to YB എന്ന് പറയുന്നത് എന്താണ്? YB HB by HA, that is HA HB by HA is equal to HB. അപ്പോൾ YB is equal to HA, YB is equal to HA, YA is equal to HB എന്ന് കിട്ടി. സോ
The point of intersection of the two jets is HB below orifice A and HA below orifice B. First part prove ആയി. ഈ ഡിസ്റ്റൻസ് x എങ്ങനെ കണ്ടുപിടിക്കും? CV is equal to root of x square by 4 YA HA, that is root of x square by 4 HB into HA. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്നും നമുക്ക് x equal to കണ്ടുപിടിക്കാം. x എത്ര വരും? 2CV root of HA HB. അവിടെ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഐഡന്റിക്കൽ ഓറിഫിസസ് വിത്ത് CV വാല്യൂ സെയിം എന്ന് പറയും. ഫിഗർ വരച്ചതിന് ശേഷം CV വാല്യൂസ് തമ്മിൽ ഇക്വേറ്റ് ചെയ്യണം. CVA is equal to CVB. അപ്പോൾ CVയുടെ ഇക്വേഷൻ എന്താണ്? റൂട്ട് ഓഫ് x സ്ക്വയർ ബൈ 4yh. അപ്പോൾ എയുടെ CVയും ബിയുടെ CVയും കൂടെ ഇക്വേറ്റ് ചെയ്യുക. പോയിന്റ് ഓഫ് ഇന്റർസെക്ഷനിൽ x സെയിം ആണ്. അപ്പോൾ XA XB ഈക്വൽ ക്യാൻസൽ ആയിപ്പോൾ. അപ്പോൾ 4YH is equal to 4YBHB or YAH is equal to YBHB. അതിൽ നിന്ന് YA എത്രയാണ്? YB into HB by HA എന്ന് കിട്ടും. ഇനി ഇതിന്റെ ജോമെട്രി വെച്ചിട്ട് നമുക്ക് YA എത്രയാണ് കണ്ടുപിടിക്കാം. YA is equal to YB plus HB minus HA. ഇത്രയും YB ഇത്രയും HB, അതിൽ നിന്ന് ഇത്രയും കുറയ്ക്കുമ്പോൾ ഇത്രയും കിട്ടും YA. So YA is equal to YB plus HB minus HA. അപ്പോൾ ഈ YA is equal to YB into HB by HA എന്നുള്ളത് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം YAക്ക് പകരം. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. അതിൽ നിന്നും YB is equal to HA എന്ന് കിട്ടും. പിന്നെ YAക്ക് നമ്മൾ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ YAക്ക് നമുക്ക് HB എന്ന് കിട്ടും. അപ്പോൾ ഫസ്റ്റ് പാർട്ട് സോൾവ് ആയി. പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ദി ടു ജെറ്റ്സ് HB below orifice A and HA below orifice B എന്ന് കിട്ടും. ഇനി ഡിസ്റ്റൻസ് x കണ്ടുപിടിക്കണം. അത് ഏതെങ്കിലും ഒരു ഓറിഫിസിന്റെ CV വാല്യൂയിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ എയുടെ ഇക്വേഷൻ എടുക്കുവാണെങ്കിൽ CV is equal to root of x square by 4YA HA. XA XB ഈക്വൽ ആയതുകൊണ്ട് x എന്ന് തന്നെ എടുക്കാം. 4 into YA into HB. YA എന്ന് പറയുന്നത് HB ആയി. അപ്പം root of x square by 4 HB HA എന്ന് വരും. അതുകൊണ്ട് YA is equal to YB into HB by അല്ല CV is equal to root of x square into 4 HB HA എന്ന് കിട്ടി. അതിൽ നിന്ന് നമുക്ക് x എത്രയാണെന്ന് കണ്ടുപിടിക്കാം. 2CV into root of HA into HB. 2CV into root of HA into HB. CV into root of HA into HB. Next is small and large orifice. Small and large orifice.
ഒരു റെക്ടാങ്കുലർ ഓറിഫിസ് കൺസിഡർ ചെയ്യാം. അതിൽ നമ്മൾ എങ്ങനെ പറയുന്നത്, ലാർജ് ആൻഡ് സ്മോൾ ഓറിഫിസ് എങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നു? According to the size of orifice and head of liquid from the center of orifice, the orifices can be classified into small and large orifice. An orifice is said to be small if the head h above the center of the orifice is greater than the depth d of the orifice itself. ഓറിഫിസിന്റെ ഡെപ്ത് d യേക്കാളും കൂടുതലാണ് h എന്നുണ്ടെങ്കിൽ അത് സ്മോൾ ഓറിഫിസ്. h ഗ്രേറ്റർ ദാൻ d ആണെങ്കിൽ സ്മോൾ, അതുപോലെ h ലെസ് ദാൻ d ആണെങ്കിൽ ലാർജ്. An orifice is said to be large if the head h above the center of the orifice is less than the depth d of the orifice head. So h greater than d ആണെങ്കിൽ സ്മോളും h less than d ആണെങ്കിൽ large orifice. h greater than d ആണെങ്കിൽ സ്മോൾ ഓറിഫിസും h less than d ആണെങ്കിൽ large orifice. So here let ഈ ഫിഗർ നോക്കിക്കോ. Let h1 be the height of free surface of liquid above the top edge of orifice. The bottom edge is നിങ്ങളുടെ top edge. So top edge നിന്നുള്ള free liquid surface ന്റെ height h1 ഉം bottom edge നിന്നുള്ള height h2 ഉം. h എന്ന് പറയുന്നത് height of liquid from center of the orifice. അങ്ങനെയാണെങ്കിൽ depth of orifice d എങ്ങനെ കണ്ടുപിടിക്കാം? d is equal to h2 minus h1. d is equal to h2 minus h1. d is h2 minus h1. അപ്പോൾ തിയററ്റിക്കൽ വെലോസിറ്റി ഇതിനകത്ത് നമ്മൾ സ്മോൾ ഓറിഫിസ് ആണെങ്കിൽ we can assume the velocity of jet v is equal to root of 2gh in the entire cross section. Small ആണെങ്കിൽ v is equal to root of 2gh for entire cross section. ചെറിയ സ്മോൾ ഓറിഫിസ് ആണെങ്കിൽ നമുക്ക് v is equal to root of 2gh എന്ന് പറഞ്ഞ് തന്നെ എടുക്കാം. അതേസമയം ലാർജ് ഓറിഫിസ് ആണെങ്കിൽ v is not equal to root of 2gh for entire cross section. Large orifice ആണെങ്കിൽ v is not equal to root of 2gh for the entire cross section of jet. അപ്പോൾ h greater than d ആണെങ്കിൽ സ്മോൾ ഓറിഫിസും h less than d ആണെങ്കിൽ large orifice. h greater than d ആണെങ്കിൽ small orifice, h less than d ആണെങ്കിൽ large orifice. Now let us find out discharge through rectangular orifice. ഒരു rectangular orifice നിന്നുള്ള discharge കണ്ടുപിടിക്കാം. So ഇതാണ് an orifice is considered to be large if the head above the center of orifice is less than the depth of the orifice itself. For such an orifice, velocity of fluid particles varies between top and bottom edges of the orifice, and the velocity of fluid is greater near the bottom than near the top because head of liquid varies from top to bottom. So നിങ്ങൾ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് ഒരു ഷാർപ്പ് ക്രസ്റ്റഡ് റെക്ടാങ്കുലർ ഓറിഫിസ്. So consider a large rectangular orifice provided at the side of a tank containing liquid. ഒരു ലിക്വിഡ് ഉള്ള ടാങ്കിന്റെ സൈഡിൽ ഒരു ലാർജ് റെക്ടാങ്കുലർ ഓറിഫിസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. Let h1 be the height of liquid level
above the upper edge of orifice, and h2 is the height of liquid level above bottom edge of orifice, and h is the height of liquid level above the center of the orifice. അപ്പോൾ depth of rectangular orifice എത്ര വരും? h2 minus h1 എന്ന് വരും. And L be the length of orifice. L be the length of orifice. So you consider an elemental horizontal strip of liquid of thickness dh at a depth of h below free liquid surface. Or elemental strip of liquid consider a horizontal strip. Let L be the length of the elemental strip, dh be the thickness, and dA be the area of elemental strip. അപ്പോൾ എത്ര വരും? Area of elemental strip is equal to length into dh. Area of elemental strip L into dh എന്ന് കിട്ടും. അപ്പോൾ velocity of flow എത്ര വരും? root of 2gh. സ്ട്രിപ്പിനാകുമ്പോൾ നമുക്ക് സ്മോൾ h എന്ന് എടുക്കാം. So v is equal to root of 2g into h, where h is the head of liquid above the elemental strip. അപ്പോൾ അതിനകത്തുള്ള ഡിസ്ചാർജ് എത്ര വരും? dq is equal to dA into v. dq is equal to dA into v. അത് എത്ര വരും? LDH into root of 2gh. dq is equal to LDH into root of 2gh. That is L into root of 2g into h into dh. H raised to half into dh. L into root 2g into h raised to half into dh എന്ന് എഴുതാം. അപ്പം ഇത് സ്ട്രിപ്പിനാണെങ്കിൽ റെക്ടാങ്കുലർ സ്ട്രിപ്പിന് വരുന്നതാണ് L into root 2g into h raised to half into dh. അപ്പം discharge through rectangular orifice എത്ര വരും? Through rectangular orifice എന്ന് പറയുന്നത് എത്ര വരും? Q is equal to integral dq, that is integral h1 to h2 L root 2g h raised to half into dh. അതായത് L root 2g into h raised to 3/2 divided by 3 by from h1 to h2. അപ്പോൾ ഇത് എത്ര വരും? 2/3 L root 2g h2 raised to 3/2 minus h1 raised to 3/2. ഇതെന്ന് പറയുന്നത് Q theoretical. So Q actual is equal to CD into 2/3 L root 2g h2 raised to 3/2 minus h1 raised to 3/2. ഇതാണ് ആക്ച്വൽ ഡിസ്ചാർജ്. CD into 2/3 L root 2g into h2 raised to 3/2 minus h1 raised to 3/2. So നമ്മൾ ഒരു ഷാർപ്പ് പ്രസ്ഡ് റെക്ടാങ്കുലർ ലാർജ് റെക്ടാങ്കുലർ ഓറിഫിസ് ഒരു ടാങ്കിന്റെ സൈഡിൽ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ കൂടെയാണ് ജെറ്റ് ഓഫ് ലിക്വിഡ് ഫ്ലോ ചെയ്യുന്നത്. ബോട്ടം എഡ്ജ് ഫ്രീ സർഫസ് ഓഫ് ലിക്വിഡിന്റെ ഹൈറ്റ് ഫ്രം ബോട്ടം എഡ്ജ് h2 ഫ്രം അപ്പർ എഡ്ജ് h1 സെന്റർ ഓഫ് ജെറ്റിൽ നിന്ന് h എന്ന് പറഞ്ഞ് എടുത്തു.
ഇനി നമ്മൾ ഈ ഓറിഫിസിനകത്ത് ഇപ്പം നമ്മളൊരു elemental horizontal strip of liquid of thickness DH കൺസിഡർ ചെയ്യും. ഇതിൽ തന്നെ ഇത് H2 ഇത് H1 ആണെങ്കിൽ ഡെപ്ത് ഓഫ് ഓറിഫിസ് എന്ന് പറയുന്നത് H2 മൈനസ് H1. ഇനി നമ്മൾ DH തിക്നെസ് ഉള്ള elemental strip കൺസിഡർ ചെയ്യും. അതിന്റെ ലെങ്ത് L. ഓർ റെക്ടാംഗുലർ ഓറിഫിസിന്റെ ലെങ്ത് L ആയതുകൊണ്ട് elemental stripന്റെ ലെങ്തും L. thickness of elemental strip DH, area of elemental strip DA. ആ ഏരിയ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു തിക്നെസ് L ഇൻറ്റു DH എന്ന് കിട്ടും. ഇനി ഡെപ്ത് ഓഫ് ഓറിഫിസ് D എന്ന് പറയുന്നത് H2 മൈനസ് H1. അപ്പോൾ തിയററ്റിക്കൽ വെലോസിറ്റി എത്രയായിരിക്കും? V ഇസ് ഈക്വൽ ടു സ്ട്രിപ്പിലൂടെയുള്ള വെലോസിറ്റി D എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 2GH. അപ്പോൾ സ്ട്രിപ്പിലൂടെയുള്ള ഡിസ്ചാർജ് എന്ന് പറയുന്നത് ഏരിയ ഇൻറ്റു വെലോസിറ്റി, ദാറ്റ് ഇസ് DQ ഇസ് ഈക്വൽ ടു DA ഇൻറ്റു V. DQ is equal to DA into V. That is DA എന്ന് പറയുന്നത് L into DH into root of 2GH. Root of 2GH. അതായത് elemental stripന്റെ സെൻട്രൽ നിന്നും ഫ്രീ ലിക്വിഡ് സർഫസ് വരെയുള്ള ഡിസ്റ്റൻസ്, അതാണ് ഹെഡ് ഓഫ് ലിക്വിഡ് അബവ് elemental strip ആണ് സ്മോൾ h. thickness of elemental strip DH. So DQ is equal to DA into V, that is L into DH into root of 2GH, which is equal to L into root 2G into H raised to half into DH. അത് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഒന്ന് പ്രോപ്പറായിട്ട് റീഅറേഞ്ച് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ സ്ട്രിപ്പിലൂടെയുള്ള ഡിസ്ചാർജ് ആണ് L റൂട്ട് 2G H raised to half DH. അത് സ്ട്രിപ്പിലൂടെയുള്ള തിയററ്റിക്കൽ ഡിസ്ചാർജ്. അപ്പം ടോട്ടൽ ഡിസ്ചാർജ് ത്രൂ റെക്ടാംഗുലർ ഓറിഫിസ് സ്ട്രിപ്പിൻ്റെ അത്രയാണെങ്കിൽ മൊത്തം ഓറിഫിസിൽ എത്രയായിരിക്കും? ഇൻ്റഗ്രേറ്റ് ചെയ്യണം ഫ്രം H1 to H2. അപ്പോൾ DQനെ നമ്മൾ H1 to H2 ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഡിസ്ചാർജ് ത്രൂ റെക്ടാംഗുലർ ഓറിഫിസ് കിട്ടും. ഫ്രം H1 to H2 എത്ര വരും? L റൂട്ട് 2G H raised to half DH, which is equal to L into root 2G into H raised to half ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ H raised to 3/2 by 3/2 from H2 to H1 to H2. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? Q theoretical is equal to 2/3L root 2G H2 raised to 3/2 minus H1 raised to 3/2. ഇനി ആക്ച്വൽ ഡിസ്ചാർജ് കണ്ടുപിടിക്കാം. ആക്ച്വൽ ഡിസ്ചാർജ് is equal to CD into theoretical discharge. Actual discharge is CD into theoretical discharge, that is CD into 2/3L root 2G H2 raised to 3/2 minus H1 raised to 3/2. H2 raised to 3/2 minus H1 raised to 3/2. ഇനി ഒരു പ്രോബ്ലം ചെയ്യാം. A rectangular orifice 1.5 meter wide and 0.5 meter height is discharging water from a tank. If water level in the tank is 3 meter above top edge of the orifice, find the discharge through the orifice. Take CD is equal to 0.62. എന്നിട്ടുണ്ട് width 1.5 meter, height of orifice H is 0.5 meter, H1 തന്നിട്ടുണ്ട് 3 meter, CD is equal to 0.62. അപ്പോൾ നമുക്ക് Q ആക്ച്വലി വേണം കണ്ടുപിടിക്കാൻ. അതിനകത്ത് നമുക്ക് H1 അറിയാം, H2 കണ്ടുപിടിക്കണം. ഇതിൽ നിന്ന് H2 എങ്ങനെ കിട്ടും? H2 is equal to H1 plus H, that is 3 plus 0.5 is equal to 3.5 meter. അപ്പോൾ നമുക്ക് ആക്ച്വൽ ഡിസ്ചാർജ് കണ്ടുപിടിക്കാം. Q actual is equal to CD into 2/3L into root 2G into H2 raised to 3/2 minus H1 raised to 3/2. ഒന്നുമില്ല, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 0.62 into 2/3 into 1.5 into root of 2 into 9.81 into 3.5 raised to 3/2 minus 3 raised to 3/2. 3.709
സിമ്പിൾ ആയിരുന്നു. ലെങ്ത് തന്നിട്ടുണ്ടായിരുന്നു, ഓറിഫിസിന്റെ ഹൈറ്റ് തന്നിട്ടുണ്ട് h, ടോപ്പ് എഡ്ജിൽ നിന്ന് ഫ്രീ ലിക്വിഡ് സർഫസിന്റെ ഹൈറ്റ് h1 തന്നു, കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് CD തന്നു. നമുക്ക് ആക്ച്വൽ ഡിസ്ചാർജ് വേണം കണ്ടുപിടിക്കാൻ. അതിന് നമുക്ക് ബോട്ടം എഡ്ജിൽ നിന്നുള്ള ഫ്രീ ലിക്വിഡ് സർഫസിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കണം. ആ h കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് h1 ഉം h തന്നിട്ടുണ്ട്. നമുക്കറിയാം ഓറിഫിസിന്റെ ഡെപ്ത് എന്ന് പറയുന്നത് h2 മൈനസ് h1. അപ്പോൾ h2 is equal to h1 plus h. അപ്പോൾ h2 കിട്ടി. ഇനി ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. Q actual is equal to CD into 2/3 and root 2g h2 raised to 3/2 minus h1 raised to 3/2. ഓരോ വാല്യൂസും കറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം and find out for Q actual. 3.709 meter cube per second എന്ന് കിട്ടും. .709 meter cube per second.